അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റുള്ളൊരു ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കാൻ പോണു. ഞാൻ സ്റ്റൗമ്മേ ഒരു ചട്ടി വെച്ച് ചൂടായപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് ചെറിയ ഉള്ളി തോലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അത് ആ എണ്ണ കിടന്നിട്ട് നന്നായി വെന്ത് വരുന്ന വരെ അത് നല്ല വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, എളുപ്പമാണ്. ഉള്ളി നേരാക്കാൻ കുറച്ച് സമയം മാത്രം മതി കേട്ടോ. വേവിക്കാനോ കൂട്ടാനോ ആവാനൊന്നും അധികം പണിയില്ല. അതിലേക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിന് കുറച്ച് കറിയേ വെക്കണുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഇടുന്നത്. അത് നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റി കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ, അതുകൊണ്ട് ഒരു 1/2 സ്പൂൺ ഇടുന്നുള്ളൂ. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു സ്പൂണ് മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തൊന്ന് പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്, ചോറിൽക്കും ചായൻ്റെ കടിക്കൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് 4 കഷ്ണമാക്കി ഇട്ട് കൊടുക്കുക. അപ്പം നല്ല എരിവുള്ള മുളകും കൊണ്ട് പിന്നീട് തക്കാളി ചെറുതാക്കി കഷ്ണമാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നന്നായി വാടി വരുന്ന വരെ ഇളക്കി കൊടുക്കുക. എളുപ്പമാണ്, അധികം സമയമൊന്നും വേണ്ട, എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. ഉള്ളിയൊക്കെ ഫ്രിഡ്ജിൽ അങ്ങനെ തോല് കളഞ്ഞിട്ടൊക്കെ എടുത്ത് വയ്ക്കണവർക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറച്ച് നേരം ഉള്ളിൽ ഉണ്ടാക്കുന്ന വരെ സമയമുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ആവശ്യത്തിന് ഉപ്പ് കാണാണ്ട് ഇഷ്ടത്തിനുള്ള പാകത്തിനുള്ള ഉപ്പ് ഇടാം. പിന്നെ ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എനിക്കൊരു 2 കറിവേപ്പിൻ്റെ ഇല ഒക്കെ കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഉള്ളിലൊക്കെ നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഉപ്പൊക്കെ നന്നായിട്ട് ഉള്ളിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഉള്ളി വഴറ്റുമ്പോൾ ഒരു ലേശം ഉപ്പ് ഇട്ടിട്ട് വഴറ്റുകയാണെങ്കിൽ ഉള്ളിയുടെ ഉള്ളിൽ വേഗം ഉപ്പ് പിടിക്കും കേട്ടോ. ഇത്രയും തന്നെ ഉള്ളൂ കേട്ടോ. കറിയായി, നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇഷ്ടമായി വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.